വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. 23 വർഷത്തെ നമ്മുടെ സഖാക്കന്മാരുടെ പോരാട്ടമാണ് ഇന്ന് ഒരു വിജയത്തിൽ അവസാനിച്ചിരിക്കുന്നത്. 23 വർഷമായിട്ട് ഇവിടെ യൂണിയൻ ഭരിച്ചിരുന്നത് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയ കൂട്ടായ്മയാണ്. അവർ ആക്ച്വലി അരാഷ്ട്രീയരാണ്, ഞാൻ ക്യാമ്പസിൽ പൊളിറ്റിക്സ് ഒന്നും പാടില്ല എന്ന് കുട്ടികൾക്ക് മുമ്പിൽ പറയുമെങ്കിലും ഇത് ഉണ്ടാക്കിയവർ അല്ലെ ഇതിൽ ആക്റ്റീവായിട്ടുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും മറച്ചു വെക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നിറം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്രാവശ്യം KSU ഒരു യൂണിറ്റായി മാറിയപ്പോൾ ഇവരുടെ ആക്റ്റീവ് മെമ്പേഴ്സ് തന്നെയാണ് ആ KSU യൂണിറ്റായിട്ട് മാറിയത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും കാലം SFI സംസാരിച്ചത് മുഴുവൻ രാഷ്ട്രീയമാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഈ മിൽമ ബൂത്തിന് അപ്പുറത്തുള്ള നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ എല്ലാം കുട്ടികളോട് കൃത്യമായി സംവദിച്ചിരുന്നു. ആ രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ കൂടെ വിജയമാണ് ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ അതെ ആ അങ്ങനെയൊന്നും നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. USC PG എന്നുള്ള നിലയിൽ എൻ്റെ കർത്തവ്യം ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 23 വർഷമായിട്ട് യൂണിയൻ കയ്യിലുണ്ടായിരുന്നവർക്ക് PG സ്റ്റുഡൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ PG സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് SR സീറ്റ്സിൻ്റെ ഇനഡിക്വസിയാണ്. നമ്മൾ 3 വർഷം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു SR ഷിപ്പ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇനഫ് SR സീറ്റ്സ് ഇല്ലാത്തത് കാരണം കുറേ കുട്ടികൾക്ക് പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ അത് അവരുടെ കരിയറിനെയും നമുക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അത് ആ ഒരു കരിയർ ഗ്രോത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ നമ്പർ 1 പ്രോബ്ലം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ PG സ്റ്റുഡൻസിൻ്റെ ഡ്യൂട്ടി റൂം ഫെസിലിറ്റീസ് ഒക്കെ വളരെ ഇനഡിക്വേറ്റ് ആണ്. നമുക്കിവിടെ ഒരു 100% വൈഫൈ സിസ്റ്റം ഇല്ല. കാരണം ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സിഗ്നൽ പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു വൈഫൈ കൊടുക്കുക എന്നുള്ളത് ബേസിക് അമ്യൂണിറ്റിയാണ്. ഫസ്റ്റ് ഇയർ വന്നാൽ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നില്ല. ഞാനൊക്കെ ഒരു വർഷം പുറത്താണ് നിന്നത്. അത്രയും എക്സ്പെൻസീവാണ് പുറത്തുള്ള സ്റ്റേ എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്കൊരു 24/7 റീഡിംഗ് റൂം ഇല്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തികഞ്ഞ ആത്മാർത്ഥതയോടെയും പ്രതിബദ്ധതയോടെയും കൂടെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഈ യൂണിയന്റെ ലക്ഷ്യം. പിതാവ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് CPM-നോടൊപ്പം ചേർന്നത്. അപ്പോൾ മകൾ SFIയുടെ കൂടെ നിൽക്കുന്നു. ഇനി അങ്ങോട്ട് രാഷ്ട്രീയത്തിന്റെ തുടക്കം കൂടിയാണോ ഇത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം അടിയുറച്ചുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിയോടെ നിലനിൽക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മതേതരത്വവും സമത്വവും രാഷ്ട്രീയ ബോധവും അവബോധവും ആളുകളിൽ ജനിപ്പിക്കണമെങ്കിലും ഉണ്ടാക്കണമെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം എന്നും ശക്തിയോടെ ഒപ്പം ഉണ്ടാവും. തീർച്ചയായും. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ വളരെ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സമയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കോളേജുകളിൽ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ ശക്തി ആർജിക്കേണ്ടത് ഈ കാലത്തിൻ്റെ അനിവാര്യത കൂടിയാണ്. അങ്ങനെ പറയുന്നില്ല. പക്ഷേ എല്ലാ തരത്തിലും പാർട്ടിക്കൊപ്പം ഉണ്ടാവും. ഏത് തരത്തിലുള്ള സഹായവും ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്.